ഒരാള് ഇൻഡസ്ട്രിയിൽ 25 വർഷം ഇത്രയും കൃത്യമായിട്ട് നിലനിൽക്കാന്ന് പറയണമെങ്കിൽ വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുകൂടി തീർന്നാ വംശനാശം. സിംഹവാലം കുരങ്ങ നോക്കട്ടെ കണ്ട അതുകൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് ആ കഴിവുള്ളത് കൊണ്ടാണ്. അല്ലാതെ കഴിവില്ലാത്ത ആരും തന്നെ ഇൻഡസ്ട്രിയിൽ ഇല്ല. മകളെ, നിനക്ക് ഇത് തന്നെയാണോ പണി? ഒരു 1-2 വർഷം നിൽക്കുന്നു, ഓക്കെ, ഫ്ലൂക്കിന് വരുന്നു, പോകുന്നു. പിന്നെ വല്ല റബ്ബർ വെട്ടാൻ പോകുന്നവനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കും. ഇത്രയൊക്കെ ചെയ്യുമ്പോഴും ഇപ്പോഴും ഇപ്പം ലാലേട്ടൻ അധികം ചെയ്യാറില്ല എന്ന് പറഞ്ഞു, ഇപ്പോഴും ഓഡിയൻസ് കാണണം എന്ന് പറയുന്ന സുരേഷ് ഗോപി തന്നെ ആയിരിക്കും അല്ലേ ഏട്ടാ? ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഒരു എന്തായാലും അണ്ണാറക്കടന് തന്നാലായത് ശരിക്കും. കാരണം പെട്ടെന്ന് മാറി ആ ട്രാൻസ്ഫർമേഷൻ വരുമ്പോഴും സുരേഷ് ഗോപിയായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു എനർജി ഉണ്ട്. മറ്റടത്തെ തേങ്ങ പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. കുറെ അരി മേടിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ ആൾക്കാർക്ക് അത് മതിയെന്നേ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇന്റർവ്യൂവിന് വരുന്ന മറ്റേ ഓൺലൈൻ മീഡിയ എടുത്ത് പറഞ്ഞില്ലേ, ആ രീതിയിൽ നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഇപ്പൊ ഇതിനും ട്രോൾ ചെയ്യാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം തയമ്പായി. അതുകൊണ്ട് അത് അപ്പൊ പറയുന്നത് എന്താണ്, മാതാവിന്റെ തലയിൽ സ്വർണ്ണക്കിരീടം വെച്ചിട്ട് ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ശബ്ദഗാംഭീര്യത്തിൽ പറയണം, നിന്റെ ശബ്ദത്തിന് പവർ ഇല്ല. അത് ചെമ്പാണെന്ന് പറഞ്ഞ ചുരണ്ടി നോക്കിയവന്മാരൊക്കെ എവിടെ? എന്റെ അമ്മച്ചി, എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? തമാശ കന്നഡത്തിൽ ഇങ്ങനെ ഒരുപാട് തമാശകളുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് കൈയടിക്കും. നമ്മള് ശബ്ദം ഇതുമല്ല, ആ ഒരു സെറ്റയറാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഇഡിയറ്റ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് ബ്ലഡി ഫൂൾ. അങ്ങോട്ട് പറയ്. ശബ്ദം ഇനി എന്താ, ഇതൊരു പാസ്പോർട്ടാണ് സിനിമയിലേക്ക് വരാനുള്ളത്, അല്ലാണ്ട് ഇതുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റില്ല. അതിനിത് കുറച്ച് വേണം. തലയ്ക്ക് ഭ്രാന്ത അല്ല ബുദ്ധി. അത് അവിടെ ഞാൻ എത്തി, പാസ്പോർട്ട് എത്തി, അവിടെ ഒരു ജോലി കിട്ടി. പക്ഷെ ഞാൻ സ്റ്റേജ് എപ്പോഴും ഇഷ്ടപ്പെടുന്നു. സ്റ്റേജ് പ്രോഗ്രാം കിട്ടിയാലും ഞാൻ അപ്പൊ തന്നെ പോകും. അമ്പലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കോമാളി എന്നും കോമാളിയാണെന്നുള്ള സത്യം നീ മറക്കരുത്. ഓരോ ഉത്സവങ്ങളും ഭയങ്കര ഇതാ. അവിടെ ഈ ആനപ്പിണ്ടത്തിന്റെ മണമൊക്കെ ഇല്ലേ, എന്റെ നൊസ്റ്റാൾജിയാണ് സത്യം പറഞ്ഞാല്. ഇയാൾക്ക് എന്താണ് വയ്യേ? എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഇൻസ്റ്റാഗ്രാമിലൂടെ ഇപ്പോഴും പ്രണയാഭ്യർത്ഥനകൾ വരാറുണ്ടോ? അയ്യടാ, അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. മന്നുണ്ട്, പക്ഷെ അന്വേഷിച്ച് ചെല്ലുമ്പോഴേ പെണ്ണിന്റെ പേരൊക്കെയാണ്, പക്ഷെ ആമ്പിള്ളേരൊക്കെ. ഓ ഗുഡ്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇതിന് അന്വേഷിച്ചില്ലേ? അല്ല, ഇത് പെണ്ണാണുമ്പോ നമുക്ക് ഇത്രയും സുന്ദരി എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഒരു ആകാംക്ഷ ഉണ്ടാവില്ല, എക്സൈറ്റ്മെന്റ്. നമുക്ക് ഓപ്പോസിറ്റ് ഇതിനോട്. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ, തീർത്തു തരാം. ഇത് ഞാൻ സവാരിഗിരി ചെയ്യുമ്പോഴും ഇത് തന്നെയായിരുന്നു, ലെറ്റർ ആണെന്ന് വന്നത്. ഇന്ന് ഇതില്ല. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി ഹെവനല്ലേ? കാണും ഇങ്ങനെ ഒരു കള്ളൻ. കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. ഇനി ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ ഒളിച്ചു പോയി ഹാങ് ഔട്ട് ചെയ്തിട്ടുണ്ടോ? ഐഡന്റിറ്റി ടിനി ടോം. കാരണം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം, മലയാളികളല്ല ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. എങ്ങനെ തന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? സാറ് വലിയ മനുഷ്യൻ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നുമില്ലല്ലോ. ഞാൻ ഒറ്റക്കാണ് എന്റെ യാത്രകൾ. ചിലപ്പോൾ ഡ്രൈവർ ഉണ്ടാവുമായിരിക്കും, ഐഡന്റിറ്റി ഒന്നും ഉണ്ടാവില്ല, വെറുതെ അങ്ങോട്ട് ചെല്ലും. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ മനസ്സിലാക്കുമായിരിക്കും. അപ്പൊ എനിക്ക് തട്ടുകടകളാണ് ഏറ്റവും ഇഷ്ടം. അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേറ്റാന്നാ വിളിക്കണേ. ഫുഡ് ഞാൻ 5 സ്റ്റാർ ഹോട്ടലിനെ തള്ളി പറയുന്നതല്ല. അവിടെ ചെന്നിട്ട് നമ്മൾ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കണം. പഞ്ചസാര ഇവിടെ വെക്കും, പാല് ഇവിടെ വെക്കും. ഇത് റോട്ടിൽ ചെന്നിട്ട് ഒരു തട്ടുകട നല്ല അത് നമ്മൾ അമ്പലപ്പറമ്പിൽ പോയതിന്റെ ഒരു ഇതാണ്. ഇല്ല, ടൈം ഉണ്ടല്ലോ. എന്തായി ഇത്ര പെട്ടെന്ന് അങ്ങനെ കയറ്റി അയക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു സർ, താങ്ക് യു.